ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ലുലുവിൽ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ്. രാവിലെ അച്ഛനും അമ്മയും ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കേണ്ട ലുലുവിൽ, നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരെ ഞങ്ങളെ അച്ഛൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രീൻ യെല്ലോ കളറിൽ റിബൺസൊക്കെ അറേഞ്ച് ചെയ്ത് പല കൺട്രീസിലെ റീജിയൻസിലെ മാംഗോസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ജ്യൂസസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കണ്ടു നടക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഐക്കിയയിലേക്കാണ്. എനിക്കും എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം ഐക്കിയയിൽ ഒരുപാട് കൈൻഡ് ഓഫ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, എന്താ പറയുക, നമ്മൾ പുതിയതായിട്ടൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡേ ബൈ ഡേ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ലൈക്ക് ഏത് റൂമിൽ എങ്ങനെയൊക്കെ വരണം, ഏതൊക്കെ തീം വരണം എന്നൊക്കെ. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് ഐഡിയാസ് നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇന്ന് പോണ പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് സീസണിൽ നമ്മൾ ചെല്ലുമ്പോൾ ഐക്കിയ ഉണ്ടാവുക. അത് ഓരോ ടൈം വരുമ്പോഴും അറേഞ്ച്മെൻറ്റ്സും അതിനനുസരിച്ച് തീമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ വിസിറ്റ് ചെയ്ത പോലെയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവരൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് ഈ ഐക്കിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അനിയൻ പറഞ്ഞു അവൻ്റെ റൂമിൽ ഗ്രീൻ കളർ അവന് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ലൈക്ക് ഗ്രീൻ കളർ എങ്ങനെ ഉണ്ടാവും, എനിക്കത്ര ഒരു ക്യാച്ച് ചെയ്യുക. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു തീമിലുള്ളൊരു ബെഡ്റൂം സെറ്റപ്പ് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ലുക്സ് നൈസ് എന്ന് പറഞ്ഞു. അവനും അത് ഒരുപാട് ഇഷ്ടമായി. അപ്പം നമുക്കിപ്പോൾ വീട്ടിലേക്കുള്ള ഏത് സാധനമാണെങ്കിലും ഓക്കെ നമുക്ക് കണ്ടുപോയിട്ട് ഓക്കെ ഇങ്ങനത്തെ സംഭവം വേണം എന്ന് നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ ഐക്കിയ ആക്ച്വലി ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വരുത്താൻ വേണ്ടത്. ഇപ്പം നമ്മൾ കണ്ട് വാങ്ങിക്കുന്നതും ഓൺലൈനിൽ വാങ്ങിക്കുന്നതും എനിക്കറിയില്ല എത്രത്തോളം പോസിബിൾ ആണെന്ന്. പക്ഷേ സ്റ്റിൽ എനിക്ക് ഇങ്ങനെ പോയിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഇവരുടെ വർക്കിംഗ് ടീം അവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഐഡിയാസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് തരികയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് കളർ കോമ്പിനേഷൻസും നമുക്ക് ഇൻസ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്രോക്കറി ഐറ്റംസൊക്കെ നമുക്ക് ചിലപ്പോൾ പുറത്തെ കടയിലൊന്നും അല്ലെങ്കിൽ ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത ടൈപ്പ് ക്രോക്കറി ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടാറുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ടോയ്സ്, കുഞ്ഞു കുഞ്ഞു ടോയ്സ് നമുക്കിപ്പം നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചെറിയ പാവക്കുട്ടിയൊക്കെ, അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ അതൊക്കെ കണ്ടു കിടന്നു. അത് മാത്രമല്ല, നമുക്ക് ലിമിറ്റഡ് ഏരിയാസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ലൈക്ക് സിറ്റിസൺസ് അതിലെ കൂടെ ഷോപ്പ് ചെയ്ത് നടക്കുമ്പോൾ അവരെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വളരെ ലിമിറ്റഡ് ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് ചെയ്യാൻ. സോ പറ്റുന്നതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ കണ്ടു കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുത്തു കേട്ടോ, ഒരുപാട് നടക്കാനുണ്ടല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മടുത്തപ്പോഴത്തേനും നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അവിടെ ഐക്കിയയിൽ തന്നെയുള്ള ഫുഡ് സ്റ്റോറിലാണ് പോയത്. അവിടെ സെൽഫ് സർവീസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വിശക്കൊന്നുണ്ടായിരുന്നില്ല. ബട്ട് വി തോട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാംഗോ റൈസ് പുഡിങ്ങും ഇതേപോലൊരു സാൻഡ്വിച്ചും പറഞ്ഞു. അതന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതും കഴിച്ച് ഞങ്ങൾ നേരെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെയും പോയി കുറച്ച് ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.